നമസ്കാരം, ഞാൻ ബിജുകുമാർ, ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം. നമ്മൾ ഈ ഒരു ശനിമാറ്റം 2025 വർഷക്കാലത്തെ മാർച്ച് മാസം 29-ാം തീയതി മാറുന്ന ഈ ശനിമാറ്റം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 10ലെ കണ്ടകശനി പൂർണ്ണമാണ്. അപ്പോൾ ഈ 10ലെ കണ്ടകശനി എന്ന് പറയുമ്പോൾ നമുക്ക് തൊഴിൽ മേഖലയിൽ പൂർണ്ണമായിട്ടുള്ള ഒരു തടസ്സം അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ വിദേശ യാത്രകൾക്കോ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കോ വിദേശത്ത് പഠിക്കാൻ പോകുന്നതിനോ സെൻട്രൽ ഗവൺമെൻറ് ജോബുകൾക്ക് ശ്രമിക്കുന്നതിനോ വാഹനം കൊണ്ട് തൊഴിൽ ചെയ്യുന്നവർക്കോ ഒക്കെ കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാകും. എങ്കിലും പൊതുവെ മന്ദഗതി അനുഭവപ്പെടും. അപ്പോൾ ഈ ബിസിനസ് മേഖല, അതായത് അതായത് ഒരിടത്തിരുന്ന് തൊഴിൽ ചെയ്യുന്നവരൊക്കെ ചില മന്ദത അനുഭവപ്പെടും. മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ സ്ഥാനമാറ്റങ്ങളൊക്കെ ഉണ്ടാകാനോ സ്ഥാനചലനമുണ്ടാകാനോ തൊഴിൽ മേഖലയിൽ ഒരു മന്ദത അനുഭവപ്പെടാനോ ചില മാനസികമായ പ്രശ്നങ്ങൾ അലട്ടാനോ ശമ്പള കാര്യങ്ങളിലൊക്കെ ചില ചെറിയ തടസ്സങ്ങളുണ്ടാകാനോ ഒക്കെയുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനത്തിന് നിർബന്ധമായിട്ടും കൊടുക്കണം. ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടക ശനി 10ൽ വരുന്ന തൊഴിൽ സ്ഥാപനത്തിന്, തൊഴിൽ മേഖലയെ, നമ്മുടെ തൊഴിലിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് നമുക്കത് അനുഭവപ്പെടുക. അപ്പോൾ തൊഴിൽ മേഖലകളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് പോകേണ്ടിയിരിക്കുന്നു. പഴയതുപോലെ ധനവരവ് അത്ര സ്പീഡിലായിരിക്കില്ല, കുറച്ച് കാലതാമസമെടുക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതങ്ങ് ഓടിപ്പോവുകയും ചെയ്യും. നീരാഞ്ജനത്തിന് ശനിയാഴ്ച ദിവസം മുടങ്ങാതെ കൊടുക്കുക. സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ അയ്യപ്പസ്വാമിയുടെ ഒരു ചിത്രം വച്ച് വിളക്ക് എത്തിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അതുപോലെ നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർക്ക്, രോഗികൾക്ക്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക്, കൈകാലുകൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മരുന്നുകൾ വാങ്ങിക്കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് നടക്കാനോ പോകാനോ ഒക്കെ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ചില ഉപകരണങ്ങളൊക്കെ വാങ്ങാനുള്ള സഹായങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ശനിയുടെ കാഠിന്യം നമുക്ക് വളരെയധികം കുറയും. ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. കഴിയുമെങ്കിൽ ശബരിമല പോകാൻ ശ്രമിക്കുക.